ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. താനൂർ കുണ്ടുങ്ങൽ സ്വദേശിയും ചെന്നൈ സ്ഥിരതാമസക്കാരനുമായ ഷംസുദ്ദീനാണ് മരണപ്പെട്ടത്. 36 വയസ്സായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിയ ഷംസുദ്ദീൻ വിവാഹം കഴിഞ്ഞ് ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം സുഹൃത്തുക്കൾക്കൊപ്പം കാണാനെത്തുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുങ്ങിത്താഴുകയായിരുന്നു. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഉടനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ഭാര്യയും 3 മക്കളുമുണ്ട്. ആദവനാട് അയ്യപ്പനോവിൽ ഇതിനു മുമ്പും വെള്ളച്ചാട്ടത്തിൽ കുളിക്കുമ്പോൾ കല്ല് വീണ് യുവാവ് മരണപ്പെട്ടിരുന്നു. ദുർഘടമായ വഴിയിലൂടെ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർക്ക് അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള സംവിധാനമില്ല. പഞ്ചായത്ത് മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ കമ്പിവേലിയും സ്ഥാപിച്ച് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുകയാണ്. ദൂരെ നിന്നും വരുന്ന സഞ്ചാരികളെ കൊണ്ട് ആദവനാട് പ്രദേശത്തുകാർ ആശങ്കയിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തികൾ, അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൻ്റെ മരണപ്പെട്ട വ്യക്തികൾ തിരൂര് കാളാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ 8 പേര് 2 വാഹനങ്ങളിൽ വന്നതാണ്. അതിലത്തെ ഒരാളാണ് ഇപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. അപ്പോൾ ഇത് നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. കാരണം പല വ്യക്തികളെ പറമ്പ് കൂടെയാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സെപ്പറേറ്റ് വഴികളൊന്നുമില്ല, ഒരു വ്യക്തികളുടെ സ്ഥലങ്ങളാണ് അതൊക്കെ. അവിടെ പഞ്ചായത്തിനോ ഗവൺമെൻറ്റിനോ വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഒരു തടയണുണ്ട്. ആ തടയണ ഒരു അനുമതിയുമില്ലാതെ കെട്ടിയിട്ട് അതിൽ വെള്ളം നിർത്തിക്കുകയാണ്. അത് ഈ മഴക്കാലത്തിന് ശേഷം അത് പൊളിച്ച് മാറ്റിയല്ലാതെ അവിടുത്തെ അപകടം ഒഴിവാവില്ല. 100% ആ തടയണ പൊളിച്ചേ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർ വന്ന് കാണാനേ വരുള്ളൂ. അവിടുന്ന് കണ്ടിട്ട് നേരെ പോകും. ഇതാ വെള്ളം നിർത്തുന്നതാണ് ഇവിടെ ആകെ പ്രശ്നം. ആ തടയണയുടെ മേലെ കൂടെ കുട്ടികളൊക്കെ നടന്നുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഇന്നൊക്കെ ആയിട്ട് ഫുള്ള് ലേഡീസ്, കോളേജ് വിദ്യാർത്ഥിനികളെ വരുന്നത്, നീന്തക്കം അറിയാത്ത കോളേജ് വിദ്യാർത്ഥിനികളെ വരുന്നത്. ഇവരൊക്കെ വന്നിട്ട് ആ നിൽക്കുന്നോടത്ത് നിന്ന്, പക്ഷെ കുറച്ചാണ്ട് തെറ്റി നിന്ന് കഴിഞ്ഞാലൊക്കെ കുണ്ടും കുഴിയുമാണ്. അതിലാണ് ഈ പോകുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തടയണ പൊളിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികൃതരുമായിട്ടും ബാക്കിയുള്ളവരുമായിട്ടും നിയമ ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അത് സംസാരിച്ച് ക്ലിയർ ആക്കണം. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ. ഇതിപ്പോൾ 2ാമത്തെ മരണമാണ്, പഠിപ്പിച്ച് 2ാമത്തെ മരണമാണിത്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വരുന്നവർ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടും അവിടെ തട്ടിയിട്ടും പറിച്ച് ഒഴിവാക്കാണ്. കമ്പിവേലിയൊക്കെ കെട്ടിയിരുന്നത് അതൊക്കെ നശിപ്പിച്ചിട്ടാണ് ഈ വരുന്നവർ. അവരിത് ഈ ഫേസ്ബുക്കിൽ നിന്നും ബാക്കിയുള്ളവരിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടിട്ട് കിട്ടിയവരെ പറമ്പ് കൂടെ കയറിയിട്ട് നശിപ്പിച്ചിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളവരല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഈ അയൽവക്കത്തെ, ഞങ്ങളെ പോലത്തെ അയൽവക്കത്തവർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഉടനെ കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.